റമദാൻ മാസപ്പിറവി കാണാനൊരുങ്ങി ഗൾഫ് രാജ്യങ്ങൾ. നാളെ വൈകുന്നേരം മാസപ്പിറവി നിരീക്ഷിക്കാൻ വിവിധ രാജ്യങ്ങൾ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. അതേസമയം രാജ്യത്ത് വ്യാഴാഴ്ച റമദാൻ വ്രതം ആരംഭിക്കുമെന്ന് ഒമാൻ മതകാര്യ മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പരിശുദ്ധ റമദാൻ വ്രതം തുടങ്ങുന്ന ദിവസം നിശ്ചയിക്കാനാണ് വിശ്വാസികളോട് മാസപ്പിറവി നിരീക്ഷിക്കാൻ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ മതകാര്യ മന്ത്രാലയങ്ങൾ നിർദ്ദേശിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് മാസപ്പിറവി നിരീക്ഷിക്കണമെന്നാണ് സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടത്. വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങൾ മാസപ്പിറവി കാണാനായി ഗൾഫ് രാജ്യങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. വലിപ്പം കൊണ്ട് വിശാലമായ സൗദി അറേബ്യയിലെ പ്രധാന വാന നിരീക്ഷണ കേന്ദ്രങ്ങളെല്ലാം സജ്ജമായി. UAEയിലും മഗ്രിബ് പ്രാർത്ഥനയ്ക്ക് ശേഷം വൈകിട്ട് 6 മണിയോടെ മാസപ്പിറവി നിരീക്ഷിക്കാനാണ് നിർദ്ദേശം. അബുദാബിയിലെ ഗസർ അൽ ഹൊസൈനിലാണ് പ്രധാന ചടങ്ങ്. മാനദണ്ഡങ്ങളെല്ലാം ഉറപ്പാക്കിയ ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം. ചൊവ്വാഴ്ച മാസപ്പിറവി കാണാൻ സാധ്യതയില്ലെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഇങ്ങനെയെങ്കിൽ ശഅബാൻ 30 പൂർത്തിയാക്കി വ്യാഴാഴ്ചയാകും റമദാൻ വ്രതം ആരംഭിക്കുക. അതേസമയം ഒമാനിൽ റമദാൻ വ്രതം ഫെബ്രുവരി 19 വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് മതകാര്യ മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ചൊവ്വാഴ്ച മാസപ്പിറവി കാണാനിടയില്ലെന്നും ശഅബാൻ 30 പൂർത്തിയാക്കി വ്യാഴാഴ്ച റമദാൻ തുടങ്ങുമെന്നുമായിരുന്നു മതകാര്യ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം. ഇതാദ്യമായാണ് ഒരു ഗൾഫ് രാജ്യം റമദാൻ മാസപ്പിറവി മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നതെന്ന പ്രത്യേകതയും ഒമാന്റെ തീരുമാനത്തിനുണ്ട്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.